ഹായ് ഫ്രണ്ട്സ്, ഡൽഹിയിൽ നടന്ന 2025 ഓട്ടോമൊബിലിറ്റി എക്സ്പോയുടെ കുറിച്ച് പവലിയൻ നിന്ന് ഓടിയാണെന്ന് കണ്ടാലോ? ഫോളോ മീ. 5 ദിവസം നീണ്ടുനിന്ന എക്സ്പോയിൽ 3 ദിവസം പബ്ലിക്കിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതിലെ 2 ദിവസം എനിക്കും പോകാൻ പറ്റി. ആജ് ഭാരത് ഊപ്പർ ആസ്മാൻ നീച്ചെ എന്ന ടാഗ് ലൈനോട് കൂടിയിട്ട് സരള ഏവിയേഷൻ അവതരിപ്പിക്കുന്ന ഫ്ലൈയിങ് ടാക്സി, വേൾഡ് മോസ്റ്റ് എക്കണോമിക്കൽ ഫ്ലൈയിങ് ടാക്സി, 250 കിലോമീറ്റർ സ്പീഡ്, 20-30 കിലോമീറ്റർ വരെയുള്ള ട്രിപ്പുകൾ അനായാസം പോയിട്ട് വരാൻ പറ്റുന്ന, 20 മിനിറ്റ് കൊണ്ട് ചാർജിങ്ങും കംപ്ലീറ്റ് ആക്കി, പൈലറ്റ് ഉൾപ്പെടെ 6 പാസഞ്ചേഴ്സിന് സുഖമായിട്ട് ഇരിക്കാനും പറ്റുന്ന ഹെലികോപ്റ്ററിന്റെ ഒരു കുഞ്ഞനുജനായ മൾട്ടി കോപ്റ്റർ. ചെറിയൊരു ഡ്രോണിനോളം മാത്രം വലുപ്പം വരുന്ന അടുത്ത മൾട്ടി കോപ്റ്റർ സുസുക്കി സ്കൈ ഡ്രൈവ് ഇലക്ട്രിക്കൽ, 15 കിലോമീറ്റർ ഡ്രൈവിംഗ് റേഞ്ചും പൈലറ്റ് ഉൾപ്പെടെ 2 പാസഞ്ചേഴ്സിനും സുഖമായിരിക്കാൻ പറ്റുന്ന 100 km/h സ്പീഡ് തരുന്ന സുസുക്കി സ്കൈ ഡ്രൈവ്. നമ്മുടെ സൈക്കിളിനെ ആരും മറന്നിട്ടില്ല. TVSന്റെ പുതിയ കോൺസെപ്റ്റ് EB1 40-80 km റേഞ്ചോടുകൂടി ഫാസ്റ്റ് ചാർജിങ്ങിൽ അലൂമിനിയം ഫ്രെയിമിനകത്ത് 9 ഗിയറോട് കൂടിയിട്ടുള്ള സൈക്കിൾ. പൾസറും ബുള്ളറ്റും അപ്പാച്ചിയൊക്കെ ഓടിച്ച് മടുത്തവർക്കായി യമഹ ഒരുക്കുന്ന പുതിയൊരു കോൺസെപ്റ്റ്. ഒരു ഫ്യൂച്ചർ പോസിബിലിറ്റിയാണിത്. നമ്മുടെ നിരത്തുകളിലേക്ക് അധികം താമസിക്കാതെ ഇവന് ഓടിയെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ എക്സ്പോയിലെ ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ഒന്നായിരുന്നു ഈ സുന്ദരിക്കുട്ടീനെ ഒന്ന് കാണുക എന്നുള്ളത്. അത്രയും സമയത്ത് ശ്രമഫലമായി ഉള്ളിൽ ചെന്നപ്പോൾ എന്താ കോളേജ് പിള്ളേർ കാമുകിമാരെ നോക്കി നിൽക്കുന്ന പോലെ ഇവളുടെ അടുത്തൊന്നും ആരും കണ്ണെടുക്കാമെന്ന് നോക്കി തന്നെ നിൽക്കുന്നു. മഞ്ഞ പട്ടുപാവാട എടുത്ത് ഫാൻസിനെ നോക്കി അവിടെ ഇരിക്കുന്ന ഇവളെ കാണാനും നല്ലൊരു ചേലാണ്. ഇനി ഏതെങ്കിലും ഒരു ഞരമ്പ് രോഗികളും തോണ്ടാൻ വന്നു കഴിഞ്ഞാൽ അവരെ ഇടിച്ചിട്ട് 3.25 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ വരെ സ്പീഡിൽ 296 km/h എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റും. 118 bhp 8500 rpm ഉള്ളത് കൊണ്ട് ക്ഷീണം ഇല്ലാണ്ട് അവിടെ പോയി കുത്തിയിരിക്കാൻ പറ്റും. ഇത് നമ്മുടെ TVSന്റെ വിഷൻ ഐക്യൂബ് കോൺസെപ്റ്റ്. സീറ്റൊക്കെ ഹൈഡ്രോളിക് ആണ്. നമ്മുടെ ഹൈറ്റിനനുസരിച്ച് പൊക്കാനും താഴ്ത്താനും ഒക്കെ പറ്റും. ഇത് നമ്മുടെ നാട്ടിലോടുന്ന മൂങ്ങാവണ്ടികൾക്ക് പകരമായിട്ട് ഹുണ്ടായി അവതരിപ്പിക്കുന്ന E4W നെക്സ്റ്റ് ജനറേഷൻ ഇലക്ട്രിക് മൂങ്ങാവണ്ടി. അതിനോട് ചേർന്ന് കിടക്കുന്നത് ഹുണ്ടായുടെ E3W നെക്സ്റ്റ് ജനറേഷൻ ഇലക്ട്രിക് ഓട്ടോറിക്ഷ. ഇത് MG മോട്ടോഴ്സിന്റെ സൈബസ്റ്റർ ഇലക്ട്രിക് 2-door കൺവെർട്ടബിൾ മോഡൽ. 60-70 lakhs പ്രൈസ് വരുന്നുണ്ട്. യെല്ലോ, വൈറ്റ്, റെഡ് കളറിൽ അവൈലബിൾ ആണ്. പിന്നെ നല്ല തലയെടുപ്പോടുകൂടി നമ്മുടെ സ്വന്തം താർ അവിടെ കിടപ്പുണ്ട്. ഇന്റീരിയറൊക്കെ സീറ്റിംഗ് ഒക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. പഴയതുപോലൊന്നുമല്ല, അടിപൊളി. TVSന്റെ ഒരുപാട് ബൈക്കുകളുണ്ട്. കസ്റ്റം ചെയ്തെടുത്തതും അങ്ങനെ അല്ലാത്തതും ഒക്കെ ഒരുപാട് മോഡലുകൾ, സൂപ്പർ ബൈക്കുകൾ. മിനി കൂപ്പർ BMW കാണാൻ ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അവിടെ അധികം നേരം നിന്ന് ഷൂട്ട് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഈ ടാറ്റാക്കുട്ടൻ എന്താ തല കുനിച്ച് നിൽക്കുന്നറിയോ? പാവം, അവൻ്റെ അവയവങ്ങളെല്ലാം കൂടെ അവർ കട്ട് ചെയ്ത് പറിച്ചു മാറ്റി ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അതും നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. പാവം നാണം കെട്ടവിടെ നിൽക്കുക. ഇനി കുറച്ച് സമയം നമ്മുടെ മെക്ക റാണിമാർക്കും മെക്ക രാജാക്കന്മാർക്കും രാജകുമാരന്മാർക്കും വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ സിംഗിൾ ആക്സിൽ, ഡബിൾ ആക്സിൽ, മൾട്ടി ആക്സിൽ എല്ലാ ആക്സിലുകളുണ്ട്. അതിനെ തട്ടിമുറിച്ച് പൊട്ടിച്ചും വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് അതിനുള്ളിൽ എന്താണെന്നും കാണാം. ഈ ടാറ്റയുടെ പവലിയനും വന്നില്ലായിരുന്നെങ്കിൽ ഒരുപാട് നഷ്ടബോധം തോന്നിയേനെ. ഞാൻ എന്തായാലും ഒരുപാട് ഹാപ്പിയാണ്. ഇതൊന്നും നേരിട്ട് വേറെങ്ങും പോയി കാണാൻ പറ്റില്ല. ഇതുപോലുള്ള എക്സ്പോയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമല്ലേ ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റുള്ളൂ. ടാറ്റയുടെ പവലിയനിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പിശുക്കും കൂടാതെ അവർ ഒരുപാട് കറങ്ങുന്ന കാറുകളെ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതും കാണാം.
the night. Wanna dance to the ഈ കടന്ന് കറങ്ങുന്നതാണ് ലെക്സസിന്റെ ഇലക്ട്രിക് കൺസെപ്റ്റ് സെഡാൻ LFZZ AI വോയിസ് അസിസ്റ്റന്റ് ന്യൂ ജെൻ ടച്ച് ബേസ്ഡ് കാർ. Thank you for watching. See you next video. Signing off, Linu. Bye bye. night's young, and it's just begun. As she puts her hand in mine.